എല്ലാവർക്കും ഹാദി ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അൻസില ഫസിൽ. ലൊക്കേഷൻ എറണാകുളമാണ്. ഇതൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറാണ്. അപ്പം ഇന്ന് നമ്മൾ ഡ്രസ് വീഡിയോ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എപ്പോഴും ഞാൻ പറയണമെന്ന് വിചാരിക്കും, മറന്നു പോകും. പക്ഷേ ഇപ്രാവശ്യം എന്തായാലും കുറേ പേര് നമുക്ക് മെസ്സേജ് അയച്ചിട്ടായാലും ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം ഒരുപാട് പേർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്, ഒരുപാട് സംശയങ്ങളുള്ളവരുണ്ട്. അപ്പം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരോട് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ എൻ്റെ സമയത്തിനും കൂടെ അനുസരിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം പക്ഷെ എല്ലാവർക്കും ഇതുപോലെ നിന്ന് ഒന്ന് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഞാനിപ്പോൾ കൂടുതൽ ഹാൻഡ് സ്റ്റോക്ക് എടുത്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഞാൻ തന്നെയാണല്ലോ ഇതൊക്കെ അയക്കുന്നതും ഒക്കെ. പക്ഷേ ഒരുപാട് വീട്ടിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് റീസെല്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട്. റീസെല്ലിംഗ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് നമ്മുടെ തമ്മനയിൽ കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായാലും അല്ലെങ്കിൽ ഒരു ഒരു ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തു തുടങ്ങിയത് റീസെല്ലിംഗ് തന്നെയാണ്. ഇപ്പോഴും റീസെല്ലിംഗ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഓർഡർ വന്ന് അത് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇവിടെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം അത്ര സിമ്പിളാണെന്ന് പറഞ്ഞാൽ നമ്മളത് നമ്മൾ എങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ഫോളോ അപ്പ് ചെയ്യണം, ഓരോ ട്രാക്ക് ഡീറ്റെയിൽസ് കൊടുക്കണം, ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഹാദി ഫാഷൻസ് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഒരു 3-4 വർഷമായിട്ടുള്ള ഗ്രൂപ്പാണ്. അവിടെ നിന്നാണ് എനിക്കിങ്ങനെ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നി. നമ്മൾ അതൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെയും കൂടി യൂട്യൂബിലും കൂടി നമ്മൾ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇത് സെയിലിനായിട്ട് കാണിക്കുമല്ല, ഇത് ഞാൻ എൻ്റെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് പല ഡീലേഴ്സ് നമുക്ക് ഫോട്ടോസ് ഇട്ടുതരും അവരുടെ ഗ്രൂപ്പിലൊക്കെ. അപ്പോൾ നമ്മളത് നമ്മുടെ ഗ്രൂപ്പിൽ വേണമെങ്കിൽ ചെറിയൊരു മാർജിൻ ആഡ് ചെയ്തിട്ട് നമുക്ക് റീസെല്ലിങ്ങിനായിട്ട് ഇടാം. നമുക്കപ്പോൾ റീസെല്ലേഴ്സിന് നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്സപ്പ് കമ്മ്യൂണിറ്റി ഹാദി ഫാഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ റീസെല്ലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമല്ല, ഇതേപോലെയുള്ള ചുരിദാർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. റീസെല്ലേഴ്സ് എനിക്കൊന്ന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ റീസെല്ലർ ആണെന്ന് പറയണം. അപ്പോൾ നമ്മൾക്ക് അവർക്ക് എത്രയാണ് ലെസ് കൊടുക്കുന്നതെന്നും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ വീഡിയോസായിട്ടോ ഫോട്ടോസായിട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. നമ്മൾ അവൈലബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മാർജിൻ കൂടി ചേർത്ത് നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയുക, പർച്ചേസ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ്. എന്നാലും ഒരുപാട് പേർക്കൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ നെയ്റ്റീസ് മാത്രമല്ല, ഇതേപോലെയുള്ള പല ഡീലേഴ്സ് നമുക്ക് അയച്ചു തരുന്ന ചുരിദാർ ഐറ്റംസ് 3XL 4XL ഒക്കെ സൈസിൽ വരുന്നതും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. 3XL 4XL ഒക്കെ കിട്ടാനായിട്ട് ഭയങ്കര ഒരു ഡിമാൻഡിങ് ആണ്. 3XL എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ അതേപോലെ ഈ ഒരു ഡ്രസ്സൊക്കെ തന്നെ നമ്മൾ നോക്കി നല്ല ഹാൻഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് തിക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ ആ ഒരു ഭംഗി നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ എങ്ങനെ പോയാലും പുറത്തുനിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പം ഒരു 2000 രൂപയ്ക്ക് അടുത്തൊക്കെ വരും. പക്ഷെ ഇത് ഏകദേശം ഒരു 1500-ന്റെ അടുത്ത് 3 പീസ് സെറ്റാണോ. അത് ഫുള്ളി ലൈനിങ്, സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിൽ വന്നിട്ടുണ്ട്. ഹാൻഡ് വർക്ക് ഉണ്ട്, പാൻറ്റിന് വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ഫംഗ്ഷന് നമുക്ക് നല്ല ഗ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതേപോലെ സിമ്പിളായിട്ടുള്ള ഐറ്റംസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതേപോലെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരും നമുക്കൊന്ന് മെസ്സേജ് അയക്കാം. പിന്നെ റീസെല്ലേഴ്സ് മാത്രമല്ല, അതേപോലെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. റീസെല്ലേഴ്സ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റീസെല്ലർ ആണെന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല കസ്റ്റമേഴ്സ് അങ്ങനെ മെസ്സേജ് അയച്ചാൽ നമുക്കത് മനസ്സിലാവും കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ട്. അല്ലാതെ ഇപ്പം നമുക്ക് നമ്മളിങ്ങനെ ഒരു ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പല രീതിയിലുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്യുമല്ലോ. അപ്പോൾ റീസെല്ലേഴ്സ് ആണോ കസ്റ്റമേഴ്സ് ആണോ എന്ന് മനസ്സിലാക്കാൻ നമുക്കും സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ താല്പര്യമുള്ളവർ, നമ്മൾ വെറുതെ വീട്ടിലിരുന്ന ടൈമൊക്കെ ഉള്ളവർ, വളരെ കുറച്ച് സമയം മതി. നമ്മൾ വെറുതെ മറ്റുള്ളവർക്ക് മെസ്സേജ് ഒക്കെ കളയുന്ന ആ ഒരു നേരം കൊണ്ട് നമുക്കിത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഒരു പോക്കറ്റ് മണി പോലെ നമുക്ക് എപ്പോഴും സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു വരുമാനം പെൺകുട്ടികൾക്കൊക്കെ ഉള്ളത് വളരെ നല്ലതാണല്ലോ. നമുക്കൊരു 100 രൂപയെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോകുമ്പോൾ വെള്ളം കുടിക്കുകയെങ്കിലും ചെയ്യാം. എല്ലാത്തിനും നമ്മൾ മറ്റൊരാളോട് ചോദിക്കേണ്ട ആ ഒരു ഇതില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ എന്തായാലും ചെയ്യാം. അപ്പം ഞാൻ ഇതിലെ ഡ്രസ് വീഡിയോ കൂടി ഉൾപ്പെടുത്താമെന്നാണ് കരുതിയത്.
പക്ഷെ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. വേണ്ട ജസ്റ്റ് ഒരു ഡ്രസ്സ് കൂടി നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാൻ തന്നെ, നിങ്ങൾ ഓർഡർ എടുത്തു കഴിയുമ്പോൾ വാങ്ങിക്കുന്ന കസ്റ്റമറോട് നിങ്ങൾ നിർബന്ധമായിട്ടും പറയുക, ഓപ്പണിംഗ് വീഡിയോ എടുത്ത് മാത്രം ഒരു പാഴ്സൽ പൊട്ടിക്കുക. കാരണം അതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓർഡർ ചെയ്ത സൈസ് തന്നെ വന്നു, ഇപ്പം നമുക്ക് XXL എന്ന് പറയുന്നത് 44ആണ്. ആ 44 ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചോദിക്കാം. അല്ലാതെ 44 ഉണ്ട് പക്ഷേ ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല എന്നുള്ള ഇതിനൊന്നും നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഡാമേജ് ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പൺ വീഡിയോയിൽ അത് കറക്റ്റായി കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. എന്താണ്, ഡാമേജിന് മാത്രമാണ് അങ്ങനെ ഒരു റിട്ടേൺ ഓപ്ഷനൊക്കെ ഉള്ളത്. പക്ഷേ അങ്ങനെ ഒരു റിട്ടേൺ ഒക്കെ വല്ല അപൂർവമായിട്ടൊക്കെ വരാറുള്ളൂ. എന്തെങ്കിലും വല്ലപ്പോഴും ഒക്കെ മാറിപ്പോയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അങ്ങനെ ഒരു അയക്കേണ്ട ആവശ്യമൊന്നും വരില്ല, നമ്മൾ പ്രോപ്പറായിട്ടാണല്ലോ. പിന്നെ അതുകൂടാതെ പ്രയർ ഡ്രസ്സ്, ഒരുപാട് ടൈപ്പ് മോഡസ്റ്റ് വെയേഴ്സ്, ഇതേപോലെ ചുരിദാർ ഐറ്റംസ് മാത്രമല്ല, നമുക്കൊരു സ്മോൾ തൊട്ട് XXL 3XL 4XL വരെയുള്ള എല്ലാ സൈസിലുള്ളവർക്കുള്ളതും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലുണ്ടാവും. പിന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ റീസെല്ലേഴ്സ് നിർബന്ധമായിട്ട് ഗ്രൂപ്പിൽ തന്നെ ജോയിൻ ചെയ്യുക. കസ്റ്റമേഴ്സ് ആർക്കെങ്കിലുമൊക്കെ ഇതേപോലെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യണം, എനിക്ക് അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലാത്തവർ എൻ്റെ സ്റ്റാറ്റസിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതേപോലെയുള്ള കളക്ഷൻസ്. അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക, എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യുമോ, എനിക്ക് ഡ്രസ്സ് കാണാനാണെന്ന് പറഞ്ഞാൽ ഞാൻ നമ്പർ സേവ് ചെയ്യുക. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസിലൂടെ ആയാലും കാണാം. ഗ്രൂപ്പിൽ ഇനി മെസ്സേജസ് വരുന്ന ബുദ്ധിമുട്ടാകുന്ന കസ്റ്റമേഴ്സ് മാത്രം. റീസെല്ലേഴ്സ് നമുക്ക് അതേപോലെ മെസ്സേജ് കൊണ്ടിരുന്നത് എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ മാത്രമേ നേരം കാണും. എനിക്കിപ്പം എൻ്റെ ഈ ഒരു ഡ്രസ്സിൻ്റെ ഇതും നോക്കണം, അതിൻ്റെ കൂട്ടത്തിൽ റീസെല്ലിങ്ങും എനിക്കിഷ്ടമാണ് അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് ചെയ്യാറുണ്ട് എൻ്റെ സമയമൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ അതേപോലെ ചെയ്യാൻ താല്പര്യമുള്ള, ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്നും അറിയാത്ത 1-2 പേരൊക്കെ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ, എനിക്ക് തോന്നി ഇപ്പോൾ എന്നെക്കാളും നല്ല രീതിയിൽ എന്താണ്, പെരുന്നാളിനൊക്കെ അവർക്ക് ഒരുപാട് ഓർഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. 100-ന് മേളിലൊക്കെ ഓർഡേഴ്സൊക്കെ കിട്ടി. അവരത് എന്താണ്, നമ്മൾ കൂടി ട്രൈ ചെയ്യണം. നമ്മളൊരു ഇൻസ്റ്റാ പേജ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് അതിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിടാം. നമ്മൾ സ്റ്റാറ്റസിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ 1 ദിവസം 2 ദിവസം ഇട്ടു, പക്ഷെ നമുക്ക് ഓർഡർ വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തിപ്പോകരുത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. ആരായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമുക്കും കൂടി കുറച്ച് ക്ഷമ വേണം. പെട്ടെന്ന് തന്നെ ആരും നമ്മൾ 1-2 ദിവസം സ്റ്റാറ്റസ് ഇട്ടെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ പർച്ചേസ് ചെയ്യണമെന്നില്ല. നമ്മളിലൊരു ട്രസ്റ്റ് വേണം, നമ്മൾ ആ കസ്റ്റമേഴ്സിനെ ചീറ്റ് ചെയ്യാതിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അതൊക്കെ ഇത്രയും നാളും ഞാനും അത് ഫോളോ ചെയ്ത് വന്നുകൊണ്ടാണ് ഒരു പക്ഷേ ഇപ്പോഴും എനിക്ക് ഇത്രയും നാളെങ്കിലും ഇതിൽ തുടർന്നു പോകാൻ പറ്റുന്നത്. നല്ല രീതിയിൽ നമ്മൾ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അവർക്കൊരു നമ്മളെ വിശ്വസിച്ച് പൈസ ഏൽപ്പിക്കുന്നവർ നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് അവർക്കും കൊടുക്കണം. ഇപ്പം നമുക്ക് മെസ്സേജ് അയക്കുന്നവരായാലും നമ്മളെയും ആ ഒരു രീതിയിൽ എന്തായാലും ഇതുവരെ മാഷാഅല്ലാഹ് എൻ്റെ അടുത്ത് എല്ലാ കസ്റ്റമേഴ്സും നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ പെരുമാറിയിട്ടുള്ളത്. എന്ത് പ്രോബ്ലംസ് ഇനിയിപ്പോൾ അഥവാ ഡാമേജോ എന്തെങ്കിലും വന്നാൽ അവർ നമ്മുടെ അടുത്ത് അത് കറക്റ്റായിട്ട് പറയാം. നമ്മൾ അത് അവർക്ക് വേണ്ടി നമുക്ക് പറ്റുന്ന പരമാവധി ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. അപ്പം വിളിക്കരുത് കേട്ടോ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കരുത്. എനിക്ക് എല്ലാം കൂടെ നോക്കാനുള്ള ഒരു ടൈമില്ല. ഒരു വലിയ ഭാവം പറയുമല്ല, അറിയാമല്ലോ നമുക്കൊരു ഫാമിലി ലൈഫുണ്ട്. അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കുമോ, നമ്മൾ വിളിക്കുന്നവരോട് സംസാരിക്കുമോ, നമ്മൾ ഓർഡർ എടുക്കുമോ, പാക്ക് ചെയ്യുമോ, ഡെസ്പാച്ച് ചെയ്യുമോ, ഇതൊന്നും നടക്കത്തില്ല നമ്മൾ ഫോൺ ചെയ്തുകൊണ്ടിരുന്നാലും. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളോട് വിളിക്കുന്നതിനുള്ള എതിർപ്പ് കൊണ്ടല്ല. എന്നിട്ടും നമ്മൾ വിളിക്കരുതെന്ന് പറഞ്ഞാലും വിളിക്കുന്നവരുണ്ട് കേട്ടോ. മാക്സിമം ഒരിക്കലും നിങ്ങൾ വിളിക്കണ്ട. നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിക്കുക, അതിനൊക്കെ റിപ്ലൈ തന്നെയായിരിക്കും. അപ്പോൾ ഇതുകൂടി എനിക്ക് വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. റീസെല്ലേഴ്സ് ആണെങ്കിൽ ഒന്ന് മെസ്സേജ് കൂടി പറയുക. അപ്പോൾ അവരുടെ നമ്പറൊക്കെ നമുക്ക് സേവ് ആക്കാമല്ലോ റീസെല്ലർ ആണെന്നുള്ള രീതിയിൽ. പിന്നെ അപ്പം എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ആയാലും കമൻറ്റ് ചെയ്യുക. ഒരു ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള വീഡിയോസ് കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക്, നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കണം വിചാരിച്ചത്. ഇതല്ല, ഇത് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡ്രസ്സാണ്, ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട്. യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എന്താ അപ്പം ഇത് നോക്കിയാൽ നമുക്ക് ഇത്ര ഒരു ഭംഗിയിൽ നമുക്കൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഈ ഒരു ഇത്രയൊക്കെ ഉണ്ടാവുമോ, ഇത്രയും വർക്കൊക്കെ വരുമോ, ഇത് ഇങ്ങനെ കാണിച്ചിട്ട് ഇത്രയൊന്നും ആയിരിക്കില്ല വരുന്നത്. ഫുള്ളി ലൈനിങ് ഉള്ള ഒരു ഡ്രസ്സാണ് ഇത്. നോക്കിയാൽ സ്ലീവിന് ഉൾപ്പെടെ ലൈനിങ് വരുന്നുണ്ട്.
കണ്ടില്ലേ, ജോർജറ്റ് മെറ്റീരിയലാണ്, നല്ല സ്റ്റാൻഡേർഡാണ്. അത്യാവശ്യം ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചുള്ള വർക്ക് കൂടിയതുണ്ട് കുറഞ്ഞതുണ്ട്, എല്ലാ ടൈപ്പിലുള്ളതും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാനൊക്കെ ഇപ്പം വർഷങ്ങളായി ഷോപ്പിലൊക്കെ പോയി പർച്ചേസ് ചെയ്തിട്ട്. അപൂർവമായിട്ട് കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാന്നല്ലാതെ എൻ്റെ ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, മെസ്സേജ് അയക്കാം. അപ്പോൾ വീണ്ടും പുതിയൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.